പ്രിയപ്പെട്ട ക്രിക്കറ്റ് ആരാധകരെ, ഇന്ത്യ-ഇംഗ്ലണ്ട് രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന് എഡ്ജ് ബാസ്റ്റണിൽ തുടക്കമായിരിക്കുകയാണ്. 3 മാറ്റങ്ങളുമായാണ് ഇന്ത്യ രണ്ടാം ടെസ്റ്റിന് ഇറങ്ങിയിരിക്കുന്നത്. സായി സുദർശൻ, ഷർദുൽ താക്കൂർ, ജസ്പ്രീത് ബുംറ തുടങ്ങിയവർക്ക് പകരം നിതീഷ് കുമാർ റെഡ്ഡി, വാഷിംഗ്ടൺ സുന്ദർ, ആകാശ് ദീപ് തുടങ്ങിയവരെയാണ് ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ടോസ് കിട്ടിയ ഇംഗ്ലണ്ട് നായകൻ ബെൻ സ്റ്റോക്സ് ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യക്ക് 15 റൺസിൽ നിൽക്കെ 2 റൺസെടുത്ത KL രാഹുലിൻ്റെ വിക്കറ്റ് നഷ്ടമായി. ക്രിസ് വോക്സിൻ്റെ പന്തിൽ ബൗൾഡാവുകയായിരുന്നു. പിന്നീട് ഒത്തുചേർന്ന ജയ്സ്വാളും കരുൺ നായരും ചേർന്ന് സെക്കൻഡ് വിക്കറ്റിൽ 80 റൺസ് പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കി. സ്കോർ 95 നിൽക്കെ 31 റൺസുമായി കരുൺ നായരാണ് പുറത്തായത്. 3-ാം വിക്കറ്റിലും ഇന്ത്യക്ക് 50 റൺസ് പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കാൻ സാധിച്ചു. ജയ്സ്വാളും ഗില്ലും ചേർന്ന് 66 റൺസാണ് അടിച്ചുകൂട്ടിയത്. 87 റൺസുമായി ജയ്സ്വാൾ പുറത്താകുമ്പോൾ ഇന്ത്യയുടെ സ്കോർ 161 റൺസിന് 3 വിക്കറ്റ്. 4-ാം വിക്കറ്റിൽ ഇന്ത്യക്ക് 47 റൺസാണ് എടുക്കാൻ കഴിഞ്ഞത്. ആദ്യ ടെസ്റ്റിൽ 2 ഇന്നിങ്സിലും സെഞ്ചുറി അടിച്ച ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ ഋഷഭ് പന്തിന് 25 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ടീം സ്കോർ 208 നിൽക്കെ പന്ത് പുറത്തായി. അടുത്തതായി ഇറങ്ങിയ നിതീഷ് കുമാർ റെഡ്ഡിക്ക് അധികം നേരം ക്രീസിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. സ്കോർ 211 നിൽക്കെ 1 റൺസ് മാത്രമെടുത്താണ് ഔട്ടായത്. അതിനുശേഷം ഒത്തുചേർന്ന ജഡേജയും ഗില്ലും ചേർന്ന് അധികം പരുക്കുകളില്ലാതെ ആദ്യ ദിനം കളി അവസാനിപ്പിച്ചു എന്ന് പറയാം. ഇരുവരും ചേർന്ന് ഇതുവരെ 99 റൺസ് അടിച്ചു കഴിഞ്ഞു. ഇന്ത്യൻ ഇന്നിങ്സിലെ ഏറ്റവും വലിയ പാർട്ട്ണർഷിപ്പും ഇതുതന്നെയാണ്. രണ്ടാം ദിനം ഇത് 100 റൺസ് പാർട്ട്ണർഷിപ്പിന് മുകളിൽ വരട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആദ്യ ദിവസത്തെ കളിയിൽ ക്യാപ്റ്റൻ ശുമാൻ ഗില്ലിൻ്റെ സെഞ്ചുറിയാണ് എടുത്തു പറയേണ്ടത്. ക്യാപ്റ്റൻ മുന്നിൽ നിന്ന് നയിക്കുന്നു എന്ന് തന്നെ പറയാം. ഗില്ലിന് 200-ന് മുകളിൽ അടിക്കാൻ സാധിക്കട്ടെ. അപ്പോൾ രണ്ടാം ദിവസത്തെ കളിയുടെ വിവരണമായി കാണാം. താങ്ക് യു.